കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. അടിമാലി മുസ്ലിം പള്ളിക്ക് സമീപമാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. സർക്കാർ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. അടിമാലി മുസ്ലിം പള്ളിക്ക് സമീപമാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞു നടന്നിരുന്ന കാര്യങ്ങൾ ആദ്യത്തെ നമ്മുടെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? ആശാ വർക്കർമാർ കൂട്ടിക്കൊടുത്തു. ഇന്നലെ അത് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പുതുക്കിയ റേറ്റ് അക്കൗണ്ടിൽ വന്നു. നമ്മൾ പറഞ്ഞു പ്രിയദർശിനി ബസ്സുകൾ നമുക്ക് ഇന്ന് പ്രൈവറ്റ് ബസ്സുകാർ എന്തും വിളിയും. ഞങ്ങളുടെ നിങ്ങൾ ബാങ്കരുത്, ഞങ്ങളുടെ കഷ്ടപ്പാടാക്കരുത്. അത് നമ്മളൊരു ബാങ്കിൽ കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും അവരുടെ ടാക്സുകൾ കുറച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് പോകേണ്ടിയിരിക്കും. അവരുടെ എല്ലാവർക്കും ജീവിക്കണം. പക്ഷെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാർ ഇവിടെ ജയിച്ചാൽ പറഞ്ഞു. ഈ മൂന്നാർ റോഡ് ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്ന റോഡില് ഇത്രയധികം വരുമാനം ഈ സംസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു വഴിക്ക് അവിടെ ഒരു പണി തുടങ്ങുമ്പോൾ അത് ഫോറസ്റ്റിന്റെ ആണെന്നും പറഞ്ഞ് ഒരു സർക്കാർ ഒരു ഉത്തരവിറക്കിയാൽ തീരാവുന്ന ഒരു വിഷയത്തെ കോടതിയിൽ കൊണ്ടുപോയി മറ്റുള്ളവരെ കൊണ്ട് കോടതിയിൽ കേസുകൾ കൊടുപ്പിച്ച് നമുക്കറിയാം ആരായ നമുക്കറിയാം പരിസ്ഥിതി വാങ്ങിയെന്നും പറഞ്ഞ് കുറെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അതിന് ആ കേസിന് ബലപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ പോയി പറഞ്ഞ് ഇതാരെ പറ്റിക്കാനാണ്. നമ്മൾ കയറി 1.5 മാസമായില്ല. തൂത്തുവിളിച്ചു ചവിട്ടുകൊട്ടയിലുണ്ട് പറഞ്ഞു ആ സ്ഥലം റവന്യൂവിന്റെയാണ്, പണി തുടങ്ങാൻ പറഞ്ഞു. ഉദ്ഘാടനത്തിന് ശേഷം അടിമാലി YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MLA F രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സജി പൂതക്കുഴിയിൽ, ദേവികുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സാബു ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ, കേരള കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.